ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നാളെ മുതൽ IT പ്രാക്ടിക്കലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3:10 ബസ് വരും. ഇനി ഒന്നും നോക്കണ്ട, ഭൂമി ഓടിക്കോ. എന്റെ റബ്ബേ, ബസ് പോയോ? ഇല്ല, ഇനി 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ ഇപ്പൊ വരാവേ. നീ ഇതെവിടെ പോവാ? ബസ് ഇപ്പൊ വരും. മിഠായി വാങ്ങിയിട്ട് ഇപ്പൊ വരാം. പിന്നെ ഉമ്മ അടുത്ത് പറയല്ലേ, എന്നെ കൊന്നാളയും. ഇത് ഏത് മിഠായി വേണം? മൊത്തം കൺഫ്യൂഷൻ ആയില്ല. ഇത് മതി. വേണോ? എനിക്ക് വേണ്ട, നീ കഴിച്ചോ. കാണുന്നുണ്ടല്ലോടി. എന്റെ പൊന്നിത്താത്ത വരും. ഇന്നെങ്കിലും ഇതൊന്ന് തുറന്നു പറഞ്ഞൂടെ ഇത്താത്ത ദേവേട്ടനോട്? മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിക്കുന്ന കാര്യം പോലും ദേവേട്ടന് അറിയില്ല. പറയണമെന്നുണ്ടടി, പക്ഷെ അടുത്തെത്തുമ്പോ നീ ചിരിക്കുന്നു. അതും പറഞ്ഞോടിരുന്നോ? വേറെ പെമ്പിള്ളേരെ കൊണ്ടുപോകാൻ വരെ. ഇല്ല, എന്റെ ദേവേട്ടനെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ നോക്കിക്കോ, ഞാൻ നാളെ തന്നെ പറയും. പോയി കയ്യും മുന്നും കഴുകിയിട്ട് വാ കുഞ്ഞേ, നിന്നോട് എപ്പോഴും പറയണോ? ഈ കൂളിയൊക്കെ ആരാണോ എന്തോ കണ്ടുപിടിച്ചത്. മോളെ ഇത്ത വന്നില്ലേ? ഞാനും ഇത്താത്തായി ഒരുമിച്ചാവുമ്പോ വന്നത്. റൂമിലാവും, ഞാൻ പോയി വിളിച്ചിട്ട് വരാമേ. വിളിക്കാൻ പോയിട്ട് നീ ഇങ്ങി വന്ന? ഇത്താത്ത നിസ്കരിക്കുക. അല്ലാ, എനിക്ക് വയ്യേ, എന്റെ വയറ്. എന്താടി ഒരു മൂളലും ഞെരുങ്ങലും ഒക്കെ? ഉമ്മടുത്ത് പറയല്ലേ, എനിക്ക് വയറ് വേദനിക്കുന്നു. ഉമ്മ അപ്പോഴേ പറഞ്ഞതാ ഒന്നും വാങ്ങിച്ച് കഴിക്കല്ലേന്ന്. ഉമ്മടുത്ത് പറയല്ലേ, എന്നെ അടിക്കും. പറയണ്ട, ഉമ്മ എല്ലാം കേട്ട്. മക്കളിങ് വാ. ഉമ്മ അടിക്കല്ലേ, ഉമ്മ ഇങ്ങോട്ട് വരല്ലേ. ഉമ്മ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. ആവശ്യമില്ലാത്തൊന്നും വാങ്ങിച്ച് കഴിക്കരുത്, വയറുവേദന വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ മോളെയും കൊണ്ട് എത്ര പ്രാവശ്യം ഉമ്മ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയത്. തള്ളമാര് പറയുന്നത് കാര്യമാണെങ്കിലും കളിയാണെങ്കിലും ഒന്ന് കേട്ടേക്കണം, ഇല്ലെങ്കിൽ ഇത് കണക്കം ഒന്ന് നിൽക്കേണ്ട വരും. വാടി ഇവിടെ, ഞാൻ മേലോട്ട് കയറി വന്നാൽ ഞാൻ നല്ല അടിക്കും. മര്യാദക്ക് തന്നോട്ട് വാ. അത് ആ കടയിൽ ഇന്ന് പുതിയ മുട്ടായി വന്നമ്മ, ഞാനത് ഇന്നലെ നോട്ട വിട്ട് വെച്ചിരുന്നതാ. ഒരെണ്ണേ കഴിച്ചോളൂ, പക്ഷെ ഇങ്ങനെ വയറുവേദന വരും അറിഞ്ഞില്ല. ഇന്ന് വന്ന മുട്ടായി നീ എങ്ങനെയാടി ഇന്നലെ നോക്കി വെക്കുന്ന? ശവത്തി കുത്താതെ മിണ്ടായിരിക്കും. ഒരാഴ്ച കൊണ്ട് എന്റെ പൊന്നുമോളെ ഞാനും നോട്ടം വിട്ട് വെച്ചിരുന്നതാ. ഇങ്ങോട്ട് വാടി താഴെ. എന്നെ അടിക്കത്തില്ല എന്ന് പറ, അങ്ങനാണെങ്കിൽ ഞാൻ താഴോട്ട് വരാം. അയ്യോ, അടിക്കത്തില്ല, ഒന്ന് താഴോട്ട് വാ. നീ മരുന്നെങ്കിലും ഒന്ന് കഴിക്കുക, വയറുവേദന അങ്ങ് പോട്ട്. ഞാൻ അങ്ങോട്ട് കേറി വന്നാ അറിയാല്ലേ. അടിക്കുവോ നിന്നെ? വേണ്ട വേണ്ട, ഉമ്മ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഇന്നാ ഇത് കഴിക്ക്. ചെല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക് രണ്ടും. എന്റെ റബ്ബേ, എന്റെ മക്കളെ കാത്തോളണേ. ബോബി, നിനക്ക് വയറുവേദന കുറവുണ്ടോ? ചെറുതായിട്ടുണ്ട്. എന്നാ പോയി റെഡിയാവോ, ഹോസ്പിറ്റലിൽ പോ. എടി, ഞാൻ ഒറ്റയ്ക്ക് ദേവേട്ടനോട് പോയി പറയണോ? പിന്നല്ലാതെ എന്തിനാ പേടിക്കുന്നേ? മനുവേട്ടനോട് ഞാൻ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എടി, ഇന്ന് ശനിയാഴ്ച ഇല്ലേ? ഉമ്മ ചോദിച്ചാ എന്താ പറഞ്ഞിട്ട് പോകും? എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, അതിന് പോകുവാന്ന് പറഞ്ഞാ മതി. എവിടെ പോണു? ഇന്ന് ITയുടെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടമ്മ. 12 മണിയാകുമ്പോഴേക്കും ഞാൻ വരും. താക്കോലോട് വച്ചേക്കാം, ചിലപ്പോ ഞങ്ങള് താമസിച്ചാലോ. എടി, ഉമ്മ അടുത്ത് പറഞ്ഞാലോ എനിക്ക് ദൈവട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം? എടുത്ത് ചാടി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. ഉമ്മടുത്ത് പറഞ്ഞ ഉമ്മ അത് ഉടനെ നമ്മുടെ വാപ്പാടെ പെങ്ങളോട് പറയും. അറിയാലോ, നമ്മുടെ വാപ്പ മരിച്ചതിന് ശേഷം അധികാരം മൊത്തം ആ പെണ്ണുമ്പളയുടെ കയ്യിലാണെന്നാണ് അവര് വിചാരം. വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ നമുക്ക് ദേവേട്ടന്റെ നിലപാട് എന്താണെന്നറിയണം. പോയിട്ടോ. ദേവേട്ടൻ നോ പറയൂ. ഓ, കൊല്ലും ഞാൻ. നെഗറ്റീവ് അടിക്കല്ലേ, ചെല്ലാൻ നോക്ക്.
നീ വന്നിട്ട് കുറെ നേരമായാ? ഇല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ബോബിയെല്ലാം പറഞ്ഞ് നീ ധൈര്യമായിട്ടിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ ഇപ്പൊ അവൻ ബസ് ഒതുക്കിയിട്ടിട്ട് ഇങ്ങോട്ട് വരും. അപ്പോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറഞ്ഞോണം. ചിലപ്പോ അവനൊന്ന് ദേഷ്യപ്പെട്ടെന്നും വരും. അടിക്കുവോ? അയ്യേ, അങ്ങനെ അടിക്കത്തൊന്നുമില്ല. ആ കാണുന്ന ദേഷ്യമേ ഉള്ളു. ആരോട് എങ്ങനെ പെരുമാറണം എന്നവനറിയാം. തേണ്ടി വരുന്ന ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാവേ. ദേവേട്ടാ, ഇന്നെന്താ വാല് കൂടെ വന്നില്ലേ? സാധാരണ രണ്ടും ഒന്നിച്ചാണല്ലേ? ഇല്ല, എനിക്ക് ദേവേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പറഞ്ഞോ. അത് എനിക്ക് ദേവേട്ടനെ ഒരുപാട് ഇഷ്ടം. എന്താ ഇങ്ങനെ നോക്കുന്ന? ഞാൻ പറഞ്ഞത് സത്യ. അത്രയ്ക്ക് സീരിയസ് ആണോ? കളിയാക്കുവല്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, അതേ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും തോന്നും. അല്ല, ഇത് വേറെ ഇൻഫാക്ച്വേഷൻ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 5 വർഷം ഞാൻ ദേവേട്ടന്റെ പുറകെ വരില്ലായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇതിലെനിക്ക് താല്പര്യവും ഇല്ല. പ്രേമമാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലാതെ ഇങ്ങനെ നടന്നാലേ എവിടെയും എത്തത്തില്ല. പ്ലീസ് ദേവേട്ട, ഞാൻ കാല് പിടിക്കാം. എന്റെ കാലൊന്നും പിടിക്കണ്ട. നിനക്കെന്ത് ഭ്രാന്താണോ? ഇതിലൊക്കെ തല വെച്ച് കൊടുത്താ പിന്നെ ഫോൺ വിളിച്ചില്ലെങ്കിൽ അത് കുറ്റം, കഴിച്ചോ ചോദിച്ചില്ലെങ്കിൽ അത് കുറ്റം. ഓ, ഞാൻ അങ്ങനൊന്നും ദേവേട്ടനെ ശല്യപ്പെടുത്തില്ല. എന്റെ കൂടെ ഉണ്ടാകുന്നൊരു വാക്ക് മാത്രം മതി എനിക്ക്. പ്ലീസ് എന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിക്കാതെ പോവാൻ നോക്ക്. പ്ലീസ് ദേവേട്ട, ഇനി നമ്മളെ 2 കാസ്റ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം. എന്റെ വാപ്പായും ഉമ്മയും ഇന്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നെന്ന് ഏട്ടനെ അറിയാവുന്നല്ലേ? ഓഹോ, അറിയാം. അപ്പൊ അതല്ലേ മൂലം കാണിക്കത്തോളൂ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. എനിക്ക് നിങ്ങളല്ലാതെ പറ്റില്ല. പ്ലീസ്. എടാ മനു, പാവോടാ, അവള് കരയുന്നു. നീ ഇവിടെ നിൽക്ക. ഇപ്പൊ അങ്ങോട്ടോ ശരിയാവത്തില്ല. വേണമെങ്കിൽ പറയും ഹൈറായ നമ്മളെ ഇളക്കി വിട്ടേന്ന്. ഇത് ലാസ്റ്റ് വാണിങ്ങാ. ഇനി എന്റെ പുറകെ എങ്ങാണ്ട് നീ നടന്ന പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. കൊടുത്തോ, അവിടെ ഞാൻ വന്ന് പറയും എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഈ പുന്നാരം മോളെ, പബ്ലിക്കായി പോയി. ചെവി കണ്ണ നോക്കി വന്നങ്ങ് തരുന്നേ. അടിച്ചോ, കൊന്നോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ടും വൈകിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വരും. എന്നിട്ട് നിന്റെ തള്ളയെടുത്ത് ഞാൻ ചോദിക്കും, മക്കളെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ ഉമ്മയെ തള്ളേന്ന് വിളിക്കാൻ നിങ്ങൾ ആരാ? തന്റെ ജീവിതത്തിൽ തനിക്ക് സ്നേഹിക്കാൻ, തന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സ്നേഹിക്കാൻ ആരുമില്ലാത്ത തന്നോട് എന്റെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞാൽ തനിക്കിപ്പം ഒന്നും മനസ്സിലാവില്ല. ഒരു കാര്യം ദേവേട്ടനെ ഓർത്തോ, എനിക്ക് ദേവേട്ടനെ സ്നേഹിക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട, ദേവേട്ടന്റെ പോലും. ഇഷ്ടമാണെന്നല്ല, എനിക്ക് നിങ്ങളുടെ ജീവന മറക്കാൻ പറയരുത്. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിപ്പോ പോവാ. I love you so much.